ഇന്ത്യയ്ക്കാവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല, 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഒരു ഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാനാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ്. ഇങ്ങനെ പറയുന്നത് മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ: കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം, കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന, സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തവും സ്വാശ്രയത്വവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ: ജെ.സി. കുമരപ്പ, ശ്രീമൻ നാരായൺ അഗർവാൾ, ധരംപാൽ. കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും മുൻഗണന നൽകുന്ന വികസനമാണ് സ്വതന്ത്ര ഇന്ത്യ സ്വീകരിക്കേണ്ടതെന്ന ആശയം മുന്നോട്ട് വച്ചത് ഇവർ മൂന്നുപേരുമാണ്. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിന്റെ വക്താവ് ജെ.സി. കുമരപ്പ. ഇക്കണോമി ഓഫ് പെർമനൻസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ജെ.സി. കുമരപ്പ. ഗാന്ധിയൻ ആസൂത്രണത്തിന്റെ പിതാവ് എസ്.എൻ. അഗർവാൾ. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്ന ഗ്രന്ഥം അർത്ഥശാസ്ത്രം. അർത്ഥശാസ്ത്രത്തിന്റെ രചയിതാവ് ചാണക്യൻ. ചന്ദ്രഗുപ്ത മൗര്യന്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നത് ചാണക്യൻ. മഗധ എന്ന രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ചാണക്യൻ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധൻ ദാദാഭായ് നവറോജി. ഇന്ത്യൻ സമ്പദ്ഘടന. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി ഒരു വ്യവസായിക നയം രൂപീകരിച്ച വർഷം 1948. ദേശീയ വരുമാന കമ്മിറ്റി രൂപീകൃതമായ വർഷം 1949 ഓഗസ്റ്റ് 4. ദേശീയ വരുമാന കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 1951. ദേശീയ വരുമാന കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി പി.സി. മഹലനോബിസ്. ദേശീയ വരുമാന കമ്മിറ്റിയിൽ അംഗങ്ങൾ: ചെയർമാൻ പി.സി. മഹലനോബിസ്. മറ്റ് അംഗങ്ങൾ: ഡി.ആർ. ഗാഡ്ഗിൽ, വി.കെ.ആർ.വി. റാവു. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പി.സി. മഹലനോബിസ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ പി.സി. മഹലനോബിസ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം 1931 ഡിസംബർ 17. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കൊൽക്കത്ത. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായി ആചരിക്കുന്നത് ജൂൺ 29. പി.സി. മഹലനോബിസിന്റെ ജന്മദിനം. സംഖ്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് പി.സി. മഹലനോബിസ്. ഇന്ത്യയിൽ ധനനയം രൂപീകരിക്കുന്നത് ധനകാര്യ മന്ത്രാലയം. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈ. ദ എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അണ്ടർ ഏർലി ബ്രിട്ടീഷ് റൂൾ എന്ന പുസ്തകത്തിന്റെ കർത്താവ് ആർ.സി. ദത്ത്. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി ദാവോസ്. ദേശീയ വരുമാനം. ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തിന്റെ ആകെ തുക ദേശീയ വരുമാനം. ഇന്ത്യയിൽ ശാസ്ത്രീയമായ രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കിയ ആദ്യ വ്യക്തി വി.കെ.ആർ.വി. റാവു, 1931. ഉയർന്ന ദേശീയ വരുമാനം സൂചിപ്പിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക മുന്നേറ്റം. ദേശീയ വരുമാനം ലഭിക്കുന്ന പ്രധാന മേഖലകൾ: കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എത്രത്തോളമെന്ന് കണ്ടെത്താനും രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യാനും സഹായിക്കുന്നത് ദേശീയ വരുമാനം. ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ: സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുന്നത്, സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിന്, വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കുവാനും സർക്കാരിനെ സഹായിക്കുന്നത്. ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതികളും മേന്മകളും കണ്ടെത്തുന്നതിന്. മൊത്തം ദേശീയ ഉൽപ്പന്നം. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നത് മൊത്തം ദേശീയ ഉൽപ്പന്നം. ഉപഭോഗത്തിനായി ലഭ്യമാകുന്ന ഉൽപ്പന്നം അന്തിമ ഉൽപ്പന്നം. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം മൊത്തം ദേശീയ ഉൽപ്പന്നം. ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് മൊത്തം ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന് ദേശീയ വരുമാനത്തിന്റെ ഏറ്റവും ഉചിതമായ ആശയം മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം.
ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം. വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം, വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം തുടങ്ങിയവ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. അറ്റ ദേശീയ ഉൽപ്പന്നം. യന്ത്രസാമഗ്രികളും മറ്റു സാധനങ്ങളും ഉപയോഗിക്കുമ്പോൾ പഴക്കം കൊണ്ട് സംഭവിക്കുന്ന തേയ്മാനം പരിഹരിക്കാനാവശ്യമായ ചെലവ്. തേയ്മാന ചെലവ്. മൊത്തം ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ ലഭ്യമാകുന്നത്. അറ്റ ദേശീയ ഉൽപ്പന്നം. അറ്റ ദേശീയ ഉൽപ്പന്നം ഈക്വൽ ടു മൊത്ത ദേശീയ ഉൽപ്പന്നം മൈനസ് തേയ്മാന ചെലവ്. സാങ്കേതികമായി അറ്റ ദേശീയ ഉൽപ്പന്നമാണ് ദേശീയ വരുമാനമായി അറിയപ്പെടുന്നത്. പ്രതിശീർഷ വരുമാനം. ദേശീയ വരുമാനത്തെ രാജ്യത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നത്. പ്രതിശീർഷ വരുമാനം. രാജ്യങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യാനും രാജ്യങ്ങളുടെ സാമ്പത്തിക നില മനസ്സിലാക്കുവാനും സഹായിക്കുന്നത്. പ്രതിശീർഷ വരുമാനം. പ്രതിശീർഷ വരുമാനം ഈക്വൽ ടു ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ആകെ ജനസംഖ്യ. ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക് ജനസംഖ്യാ വളർച്ചാ നിരക്കിനേക്കാൾ കൂടിയിരുന്നാൽ മാത്രമേ പ്രതിശീർഷ വരുമാനം കൂടുകയുള്ളൂ. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ മുൻവർഷങ്ങളുടേതുമായി താരതമ്യം ചെയ്യുന്നതിനും വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചകൾ താരതമ്യം ചെയ്യുന്നതിനും പ്രതിശീർഷ വരുമാനം പ്രയോജനപ്പെടുത്തുന്നു. പ്രതിശീർഷ വരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു രാജ്യം സാമ്പത്തിക വികസനം നേടിയോ എന്ന് കണ്ടെത്തുന്നതിന് നിരീക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ: ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക്, ജനസംഖ്യാ വളർച്ചാ നിരക്ക്. ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന 3 രീതി: ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി. ഉൽപാദന രീതി. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതി. ദേശീയ വരുമാനത്തിൽ വിവിധ മേഖലകളുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ടെന്നും ഏത് മേഖലയിലാണ് കൂടുതൽ സംഭാവന ചെയ്യുന്നതെന്നും വിലയിരുത്താൻ സഹായിക്കുന്നത്. ഉൽപാദന രീതി. ഉൽപാദന പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നിലധികം പ്രാവശ്യം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം കണക്കാക്കപ്പെടുന്നത്. ഡബിൾ കൗണ്ടിംഗ്. വരുമാന രീതി. ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം. വരുമാനം.